ഷെഫപ്പയുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന ഒരു അടിപൊളി ഓണസദ്യ. 27 കൂട്ടം ഐറ്റമൊക്കെ ആയിട്ട് കിടുന്ന ഒരു സംഭവമാണ്. അതുകൂടാണ്ട് നമ്മളിട്ട് നല്ല അടിപൊളി ഒരു പൂക്കളം, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പൊ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഓണാശംസകൾ. പറ്റും, നമ്മളെങ്ങനെ പറ്റും. സദ്യക്ക് വേണ്ട പച്ചക്കറികളെല്ലാം തന്നെ രാത്രി തന്നെ അരിഞ്ഞു വെച്ചു കേട്ടോ. ഇങ്ങോട്ട് കുഞ്ഞ് പിന്നെ നമ്മൾ തലേദിവസം മേടിച്ചുകൊടുന്ന പൂക്കളെല്ലാം തന്നെ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റ് ഇനി നമുക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് കുഴിയൊക്കെ തൊട്ട് മാളും അടുക്കളയ്ക്ക് കയറി ഫുഡ് ഉണ്ടാക്കി തുടങ്ങി. പെട്ടെന്ന് ചീത്തയായിപ്പോ അത് ഇഞ്ചിപ്പുളിയും അച്ചാറൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു. ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് മാള് പറഞ്ഞു കുക്കിംഗ് എല്ലാം അവള് പോയിക്കോളാം. മിക്കവാറും എല്ലാവർക്കും തന്നെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ ഇതുപോലെ പൂക്കളായിട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നമുക്ക് പിന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, സ്കൂളിൽ ഇതുപോലെ ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ സ്പോർട്സിന്റെ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് ഗ്രൗണ്ടിലായിരിക്കും. കഴിഞ്ഞ തവണത്തെ ഓണത്തിന് മാള് പറഞ്ഞു ഇത്തവണ എന്താണ് നമുക്ക് പൂക്കളിടുന്നത്. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. അന്ന് വന്നവരെല്ലാവരും തന്നെ പറഞ്ഞു പൂക്കളം നല്ല സൂപ്പർ ആയിരുന്നു. എന്നാൽ പിന്നെ ഈ കൊല്ലം പൂക്കളം ഇട്ടേക്കാന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഒരു ഡിസൈൻ ഒക്കെ കണ്ടുപിടിച്ച് തലേദിവസം തന്നെ പൂവൊക്കെ മേടിച്ചോണ്ടെന്ന് വെച്ചു. ഇതെന്റെ ലൈഫിലെ ഞാൻ തന്നെ വരച്ചിടുന്ന രണ്ടാമത്തെ പൂക്കളാട്ടോ. അപ്പൊ പിന്നെ ഈ പൂക്കളം ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്യണേ. നിന്റെ കൊഞ്ചൽനാദം പാടുപാട്ടിന്റെ പഞ്ചാമൃതം നിലവേ വിരിയും നിലവേ. അങ്ങനെ അവിടെ പൂക്കളത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മാവിന്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം റെഡി. വീട്ടിലെ ഡൈനിങ് ടേബിൾ ഒരു ഓവലിന്റെ ഷേപ്പാണ്. അതുകൊണ്ട് ഞാൻ മാളിനോട് പറഞ്ഞു ഇലയിൽ എങ്ങനെ ഫുഡ് വിളമ്പണോ അതുപോലെ ഇതിലേക്ക് കൊണ്ട് നിരത്തിക്കോളാൻ പറഞ്ഞു. എന്താലേ 25 കൂട്ടം കറികളും 2 വെറൈറ്റി പായസമായിട്ട് അടിപൊളി സദ്യ. നിന്റെ കൺകോണിൽ മുത്തം വെച്ചു. കൊച്ചുഞ്ഞിന്റെ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് തന്നെ അച്ചാച്ചൻ ഒരു ചൂർവറ്റ് എടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഞെരടി കൊച്ചുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തോടെ തന്നെ അവരത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തിട്ടോ. അങ്ങനെ ഈ കൊല്ലത്ത് നമ്മുടെ ഓണപരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടൊന്ന് ഞെക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.